79ാം സ്വാതന്ത്ര്യദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം രാജ്യത്തിന്റെ നേട്ടങ്ങളെയും ഒപ്പം നിലവിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും തുറന്നു കാണിക്കുന്നതായിരുന്നു. ജാതി മത വേർതിരിവുകൾക്ക് അതീതമായ മനുഷ്യ മനസ്സിന്റെ ഐക്യമാണ് ഇന്ത്യ എന്ന വികാരത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ പ്രസംഗം കേവലം ഒരു സ്വാതന്ത്ര്യദിന ആശംസ എന്നതിലുപരി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ വിശകലനമായി വിലയിരുത്താവുന്നതാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാർഷിക മേഖലയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ചെറുതല്ല. എന്നാൽ ഈ നേട്ടങ്ങളിൽ അഭിമാനിക്കുമ്പോഴും അടിസ്ഥാനപരമായ സാമൂഹിക പ്രശ്നങ്ങൾ ഇന്നും ഒരു വെല്ലുവിളിയായി തുടരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ദാരിദ്ര്യം, പട്ടിണി, മരണം, ബാലവേല, നിരക്ഷരത, ജാതി വിവേചനം, മതവിദ്വേഷം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ഇന്നും ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ചെറിയ ഇടവേളയിൽ ഒഴികെ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ നേട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ജനാധിപത്യം ധ്വംസിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ കാട്ടിയ നിഷ്കർഷയാണ് ഇതിന് കാരണം. നിലവിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ശക്തികൾക്കെതിരെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായി കണക്കാക്കാം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഒറ്റ മനസ്സോടെ പോരാടേണ്ടതിന്റെ പ്രാധാന്യവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത് ഇന്ത്യയുടെ മതേതര സ്വഭാവം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വർഗീയ ശക്തികൾ സമൂഹത്തിൽ വേർതിരിവുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി പരിവർത്തിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമഗ്ര മുന്നേറ്റത്തിനെയാണ് ഊന്നൽ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ഈ ലക്ഷ്യം സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസന മാതൃക കെട്ടിപ്പടുക്കാനുള്ള ശ്രമമായി കാണാം. ഈ പ്രസംഗം കേവലം ഒരു ചടങ്ങിന്റെ ഭാഗമായുള്ള പ്രസംഗമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണമുള്ള വിശകലനമായിരുന്നു. ഇന്ത്യയുടെ ഐക്യം, മതേതരത്വം, ജനാധിപത്യം എന്നിവയെ സംരക്ഷിക്കാൻ ഭരണഘടന നൽകുന്ന സംരക്ഷണം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.